ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെയുടെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ +1 ഇംഗ്ലീഷിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2-3 ക്യാരക്ടർ സ്കെച്ചുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ +1ൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് കുറേ മക്കൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ, നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ +1 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ്, ചാപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ നോട്ട്സുകളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ അതിലുണ്ട്. അപ്പോൾ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, പഠിക്കുക കേട്ടോ. +1 ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള റൈറ്റപ്പുകൾ, അതുപോലെ തന്നെ ട്രാവൽ എസ്സേ, പിന്നെ ഇമെയിൽ, അതുപോലെ തന്നെ ഡയറി, ലെറ്റർ, പിന്നെ ക്യാരക്ടർ സ്കെച്ചുകൾ, അതുപോലെ തന്നെ ഗ്രാമറുകൾ, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് എല്ലാം ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, ക്യാരക്ടർ സ്കെച്ചിൽ ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ്ങിന് അര മാർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് എഴുതിയിട്ട് കഥാപാത്രത്തിൻ്റെ പേര് എഴുതിയാൽ മതി, ഇപ്പോൾ തന്നിരിക്കുന്ന പോലെ തന്നെ. ഇനി നമുക്ക് നോക്കാം. മാഗി ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ ദ ബംഗാളി റൈറ്റർ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ പ്രഭാത് കുമാർ മുഖോപാധ്യായുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന മനോഹരമായ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മാഗി. അപ്പോൾ നമ്മൾ ഏത് ക്യാരക്ടർ സ്കെച്ച് ചെയ്താണെങ്കിലും ഇതുപോലെ എഴുത്തുകാരനെയും ചാപ്റ്ററിനെയും ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ പറയാത്ത വേറെ ഏതെങ്കിലും കഥാപാത്രമാണെങ്കിൽ പോലും ഇതേ മെത്തേഡിൽ തുടങ്ങാം കേട്ടോ. She is an innocent teenager who falls upon the thorns of life in her early age. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിൻ്റെ മുൾമുനയിലൊക്കെ പെട്ടുപോയിട്ടുള്ള, അതായത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ പെട്ടുപോയിട്ടുള്ള ഒരു ടീനേജർ, നിഷ്കളങ്കിയായിട്ടുള്ള ഒരു ടീനേജറാണ് അവൾ. ഹെർ ഫുൾ നെയിം ഈസ് ആലിസ് മാർഗ്രറ്റ് ക്ലിഫോർഡ്. അപ്പോൾ അവളുടെ ഫുൾ നെയിം ആലിസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേര് വെച്ചിട്ടും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചാണെന്ന് കേട്ടോ. ഷീ ലീവ്സ് വിത്ത് ഹെർ വിഡോഡ് മദർ ഇൻ എ പുവർ നൈബർഹുഡ് ഓഫ് ലണ്ടൻ. അപ്പോൾ ലണ്ടനിലെ ഒരു ദാരിദ്ര്യം പിടിച്ച അയൽപക്കത്താണ് അവൾ താമസിക്കുന്നത്. അവളുടെ വിഡോ ആയിട്ടുള്ള ഭർത്താവ് മരിച്ച അമ്മയോടൊപ്പമാണ് അവൾ താമസിക്കുന്നത്. ഷീ വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ സിവിൽ സർവീസ് സ്റ്റോർ. ഒരു സിവിൽ സർവീസ് സ്റ്റോറിലെ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. ഹെർ ക്ലോത്ത്സ് റിവീൽ ഹെർ പോവേർട്ടി. അവളുടെ വസ്ത്രങ്ങൾ കണ്ടാൽ തന്നെ അവളുടെ ദാരിദ്ര്യം വെളിപ്പെടുന്നതാണ്. ഷീ ഈസ് ഷൈ ആൻഡ് റിസർവ്ഡ്. അവൾ വളരെ നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഷീ ഈസ് വെരി മച്ച് വറീഡ് അബൌട്ട് ഹെർ ബ്രദർ ഹു ഈസ് സെർവിങ് ആസ് എ ബ്രിട്ടീഷ് സോൾജർ ഇൻ ഇന്ത്യ. അവളുടെ സഹോദരൻ ബ്രിട്ടീഷ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത്, അതും ഇന്ത്യയിലാണ്. അപ്പോൾ അവളുടെ സഹോദരനെ കുറേ കാലമായിട്ട് കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ്റെ കാര്യം ഓർത്തിട്ട് അവളും അവളുടെ ഫാമിലി, അവളുടെ അമ്മയൊക്കെ ഭയങ്കര വറീഡാണെന്നാണ് പറയുന്നത്. മാഗി ആൻഡ് ഹെർ മദർ ഹാസ് എ നോഡ് പ്രിജുഡീസ് അബൌട്ട് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് വളരെ വിചിത്രമായിട്ടുള്ള ഒരു മുൻവിധി തന്നെ മാഗിക്കും അവളുടെ അമ്മയ്ക്കും ഉണ്ട്. ദേ ബിലീവ് ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ഡേഞ്ചേഴ്സ്. ഇന്ത്യയിൽ മൊത്തം കാടും വന്യജീവികളും ഭയങ്കര അപകടങ്ങളൊക്കെ നിറഞ്ഞതാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഷീ ഈസ് വെരി ബോൾഡ് അറ്റ് ദിസ് ടെൻഡർ ഏജ് ഡെസ്പൈറ്റ് ഹെർ റെസ്പെക്ട്ഫുൾ ബിഹേവിയർ. അവൾ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള, അതായത് വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമാണ് അവൾക്കുള്ളത്. എങ്കിലും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൾ വളരെ ബോൾഡാണെന്നാണ് പറയുന്നത്. ഷീ ഈസ് നാച്ചുറലി ടാലൻറ്റഡ് ഇൻ മ്യൂസിക്. അപ്പോൾ അവൾക്ക് സംഗീതത്തിലൊക്കെ നല്ല നാച്ചുറലായിട്ട് തന്നെ, അതായത് ചെറുപ്പം മുതലേ സംഗീതത്തിലൊക്കെ നല്ല പ്രാവീണ്യമുള്ളവളാണ്. ഹെർ ഡിവോഷൻ ആൻഡ് ലവ് ഫോർ ഹെർ മദർ ആൻഡ് ബ്രദർ ആർ ട്രൂലി എക്സംപ്ലറി. അതായത് അവളുടെ ആ ഒരു സഹോദരനോടും അമ്മയോടുമുള്ള സ്നേഹവും അർപ്പണബോധമൊക്കെ ശരിക്കും ഒരു മാതൃകാപരമാണ്. വെൻ ഹെർ മദർ ഫാൾസ് സിക്ക് ഷീ ബ്രിങ്സ് മിസ്റ്റർ ഗുപ്ത, അതായത് നറേറ്റർ ആയിട്ടുള്ള മിസ്റ്റർ ഗുപ്തയാണ് ഉദ്ദേശിക്കുന്നത്, ഹോം ആൻഡ് ആസ് ഹിം ഇഫ് ഹി ക്യാൻ ടെൽ എ ലൈ ടു സേവ് ഹെർ ലൈഫ്. അപ്പോൾ ഇവളുടെ അമ്മ അസുഖമായി കിടക്കുന്ന സമയത്ത് നറേറ്റർ ആയിട്ടുള്ള മിസ്റ്റർ ഗുപ്തയെ ഇവൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കള്ളം പറയാമോ എന്ന് ഇവളെന്ത് ചെയ്യുന്നു, അയാളോട്, ആ ഗുപ്തയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓൺ the day of Mr. Gupta's departure, Maggie gives him 1 shilling to buy flowers for her brother's grave. അപ്പോൾ ഇവളുടെ സഹോദരൻ ഇന്ത്യയിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടു എന്ന് ഇവൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ഗുപ്ത, അതായത് നറേറ്റർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഗുപ്തയുടെ കയ്യിൽ 1 ഷില്ലിങ് ഇവൾ കൊടുക്കുകയാണ്. ഇവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം കൊടുക്കുകയാണ്. അത് വേറൊന്നിനുമല്ല, അവളുടെ ആ സഹോദരൻ്റെ ഗ്രേവിൽ, അതായത് ശവക്കല്ലറയിൽ ആ പൂ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാഗി എത്രത്തോളം അവളുടെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും. ഹിസ് സുപ്രീം സാക്രിഫൈസ് ഓഫ് ദ ലവ് ഫോർ ഹെർ ബ്രദർ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടൈറ്റിലിൽ തന്നെ അവൾക്ക് അവളുടെ സഹോദരനോടുള്ള ആ സ്നേഹവും അർപ്പണവും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ മക്കളെ നമുക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ആയിരിക്കും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക. മിക്കവാറും ഈ ക്യാരക്ടർ സ്കെച്ചിനെ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ വരട്ടെ. എന്തായാലും ഒരു 2 ക്യാരക്ടർ സ്കെച്ച് കൂടി ഞാനിതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. അത് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ട്. അതിലെ സീകളിൻ്റെയും സീകളിൻ്റെ അമ്മയുടെയും ഒരു ക്യാരക്ടർ സ്കെച്ചുകളാണ് തരാൻ പോകുന്നത്. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. വളരെ ഷോർട്ടായിട്ടാണ് തരുന്നത്. അപ്പം ഇതെങ്കിലും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാട്ടോ. പിന്നെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് വന്നിട്ടില്ലെങ്കിലും ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് അഥവാ ഈ ചാപ്റ്ററിന് ചെറിയ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സീകളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹെഡിങ് എഴുതുക. ദ സീഗൾ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ ഇൻസ്പിറേഷണൽ ഷോർട്ട് സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടൺ ബൈ ലിയം ഒ ഫ്ലാഹർട്ടി. ലിയം ഒ ഫ്ലാഹർട്ടിയുടെ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഒരു പ്രധാന കഥാപാത്രമാണ് സീഗൾ. ദ യങ് സീഗൾ ഈസ് എ കവാർഡ് ഹു ഓൾവേസ് ഫിയേഴ്സ് ടു ഫ്ലൈ. എപ്പോഴും പറക്കാൻ ഭയപ്പെടുന്ന ഒരു ഭീരുവാണ് നമ്മുടെ യങ് സീഗൾ. ദോ ഹിസ് പാരൻസ് ട്രൈ ടു മേക്ക് ഹിം ഫ്ലൈ ഹീ കനോട്ട് മസ്റ്റർ ദ കറേജ്. അവൻ്റെ പാരൻസ് അവനെ എപ്പോഴും പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിപ്പിക്കാറുണ്ടെങ്കിലും അവന് അതിനുള്ള ധൈര്യം വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഹീ ഈസ് വെരി മച്ച് ഡിഫിഡൻറ്റ്. അവൻ വളരെ ആത്മവിശ്വാസമില്ലാത്തവനാണ്. ഹീ തിങ്സ് ദാറ്റ് ഹിസ് വിങ്സ് വിൽ നോട്ട് സപ്പോർട്ട് ഹിം. അവൻ്റെ ചിറകുകൾ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഹീ ഈസ് വെരി ലേസി. ആൾ നല്ലൊരു മടിയനും കൂടിയാണ്. ഹീ ഡിപ്പെൻഡ്സ് ഹിസ് പാരൻസ് ഫോർ ഫുഡ് ഈവൻ ദോ ഹീ ബിക്കംസ് യങ് ആൻഡ് സ്ട്രോങ്. ആൾ നല്ല ആരോഗ്യമുള്ളവനാണ്, യങ് ആണ്. എന്നാലും അവൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തൻ്റെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഹീ ഈസ് വെരി ക്രൂക്ക്. ആൾ നല്ല കുശാഗ്ര ബുദ്ധിക്കാരനാണ്. ആസ് ഹിസ് പാരൻസ് സ്റ്റാർ ഹിം ഹീ സ്റ്റാൻഡ്സ് ഓൺ വൺ ലെഗ് അപ്പീലിംഗ് ദെയർ മേഴ്സി. അപ്പോൾ ആളെ അവരുടെ അച്ഛനും അമ്മയൊക്കെ പട്ടിണിക്കിട്ട് നോക്കി ആളൊന്ന് പറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് അഭിനയിക്കുന്നുണ്ട് അവരുടെ ദയ കിട്ടാൻ വേണ്ടിയിട്ട്. ഹീ ഈസ് നോട്ട് റെഡി ടു ഫ്ലൈ ഈവൺ അറ്റ് ദ പോയിന്റ് ഓഫ് സ്റ്റാർവിങ് ടു ഡെത്ത്. മരിക്കാനാവുമെന്നുള്ള ഘട്ടത്തിൽ പോലും അയാളുടെ പറക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നില്ല. അപ്പോൾ അത്രയും നല്ല മടിയനാണ്. ഇവൻച്വലി ഹീ ഈവൺ ഈറ്റ്സ് ദ എക്സൽ ഫ്രം വിച്ച് ഹീ ആൻഡ് ഹിസ് സിബ്ലിങ്സ് ഹാച്ച്ഡ്. അയാളും അയാളുടെ സഹോദരിയും സഹോദരനൊക്കെ ജനിച്ചു വീണ മുട്ടത്തോട് വരെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, തിന്നുന്നുണ്ട്. ദ സീഗൾ ഈസ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യങ് ജനറേഷൻ ഹു ഈസ് അണേബിൾ ടു ഫൈൻഡ് ഇറ്റ്സ് ഓൺ പൊട്ടൻഷ്യൽ ആൻഡ് ഗെറ്റ്സ് ഓവർവെൽമഡ് ബൈ ദ ക്രൈസിസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീഗൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതുതലമുറയുടെ ഒരു ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് പറയുന്നത്. കാരണം സ്വന്തം കഴിവുകൾ കണ്ടെത്താതെ അതേപോലെ തന്നെ പ്രതിസന്ധികളിൽ ആകെ തളർന്നു പോകുന്ന പുതുതലമുറയ്ക്ക് നല്ലൊരു ഉദാഹരണമാണ് ഈ സീഗൾ. ഇനി നമുക്ക് സീഗളിൻ്റെ മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ദ മദർ സീഗൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ ഇൻസ്പിറേഷണൽ ഷോർട്ട് സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടൺ ബൈ ലിയം ഒ ഫ്ലാഹർട്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം മദർ സീഗൾ ഈസ് പോർട്രേഡ് എയർ ആസ് എ ലവിങ് ആൻഡ് കെയറിംഗ് പാരൻറ്റ് ഹു സാക്രിഫൈസസ് ഹെർ ഓൺ കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി ടു ടേക്ക് കെയർ ഓഫ് ഹെർ കിഡ്. അതായത് യങ് സീഗൾ, അതായത് സ്വന്തം സൗകര്യങ്ങളും സുരക്ഷിതത്വവും ഒക്കെ ത്യജിച്ചിട്ട് തൻ്റെ സ്വന്തം മകനായിട്ടുള്ള ആ യങ് സീഗളിന് വേണ്ടിയിട്ട് എല്ലാം അർപ്പിക്കുന്ന ഒരു ലവിങ് കെയറിങ് മദറായിട്ടാണ് നമ്മുടെ ഇവിടെ ഈ മദർ സീഗളിനെ എഴുത്തുകാരൻ ചിത്രീകരിക്കുന്നത്. ഷീ ഈസ് വെരി കോഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഹെർ ചൈൽഡ് എല്ലാം കിഡ്. അതായത് എല്ലാ അമ്മമാരെയും പോലെ തന്നെ ഈ ഒരു ഈ മദർ സീഗളിലും എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ കുട്ടിക്ക് ആ യങ് സീഗളിൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ വളരെ കെയർ ഉള്ളവളാണ്, അല്ലെങ്കിൽ കോഷ്യസ് ആണ്, വളരെ ജാഗ്രതയുള്ളവളാണ്. ഷീ കോൺസ്റ്റൻ്റ്ലി ട്രൈസ് ടു മോട്ടിവേറ്റ് ദ യങ് സീഗൾ ടു ഫ്ലൈ. അപ്പോൾ അവൾ ആ ഒരു എല്ലാവരും ഉപേക്ഷിച്ചിട്ടും അച്ഛനും സഹോദരങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടും എങ്ങനെയെങ്കിലും ഈ ഒരു കുട്ടിയെ പറത്തിക്കണമെന്നുള്ള ആ ഒരു ആവേശത്തിൽ വീണ്ടും വീണ്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു മദർ സീഗൾ. ഷീ ഈസ് വെരി പാഷൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ അവൾക്ക് നല്ല കോൺഫിഡൻറ്റും ആണ്, അതേപോലെ തന്നെ വളരെ ക്ഷമയുള്ളവളുമാണ്. അതുകൊണ്ടാണല്ലോ ഈ സീഗളിൽ എത്ര മടി കാണിച്ചിട്ടും വീണ്ടും വീണ്ടും അവനെ പറത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഷീ നെവർ ഗിവ്സ് അപ്പ് ഹർ എഫേർട്സ് ടു മേക്ക് ദ സീഗൾ ഫ്ലൈ. അപ്പോൾ നമ്മുടെ സീഗളിനെ പറത്തിക്കുക എന്നുള്ള ആ എഫേർട്ടിൽ നിന്ന് അവൾ ഒരിക്കലും പിന്മാറുന്നില്ല. ഷീ ഈസ് വെരി ക്ലവർ ബേർഡ്. അവൾ വളരെ ബുദ്ധിമതിയാണ്. ഷീ ട്രൈസ് ടു സ്റ്റാർ ഹെർ കിഡ് ടു മേക്ക് ഹിം ഫ്ലൈ. അപ്പോൾ തൻ്റെ കുട്ടിയെ പറത്തിക്കാൻ വേണ്ടിയിട്ട് അവൾ അതിനെ പട്ടിണിക്കിടുന്ന വരെ ഉണ്ട്. ഷീ വിൻസ് ഹെർ അറ്റംപ്റ്റ് ടു മേക്ക് ഹെർ കിഡ് ഫ്ലൈ, അല്ലേ? അപ്പോൾ ആ ഒരു കുട്ടിയെ പറത്തിക്കുന്നതിൽ ശ്രമത്തിൽ അവൾ അവസാനം വിജയിക്കുന്നുമുണ്ട്. ഷീ ഈസ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ കെയറിംഗ് മദർ ഹു ഈസ് ഓൾവേസ് സാക്രിഫൈസിങ് ഹെർ ലൈഫ് ഫോർ ദ ചിൽഡ്രൻ. അപ്പം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന എല്ലാ അമ്മമാരുടെയും ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു സീഗളിനെ നമ്മൾ ചിത്രീകരിക്കുന്നത്, എല്ലാം കാണുന്നത്. അപ്പോൾ മക്കളെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേലിസ്റ്റ് നോക്കുക, ബാക്കിയുള്ള വീഡിയോകളൊക്കെ കാണുക, പഠിക്കുക, എല്ലാവരും നല്ല മാർക്ക് മേടിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.